ഇന്ത്യയിലെ UAE അംബാസിഡർ ഡോക്ടർ അഹമ്മദ് അൽ ബന്നയുടെ നേതൃത്വത്തിലുള്ള സംഘം കേരളം സന്ദർശിച്ച് തയ്യാറാക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികളെന്ന് എമിറേറ്റ്സ് റെഡ് ക്രസന്റ് അധികൃതർ. ഫണ്ട് കൈമാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക ചാനലുകളിലൂടെയായിരിക്കും നടക്കുകയെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. ദുരന്തത്തിന്റെ വ്യാപ്തി വിലയിരുത്തിയ ശേഷം മാത്രമാകും സഹായ പദ്ധതികൾ എപ്രകാരം വേണമെന്ന് തീരുമാനിക്കുക. UAE ഭരണാധികാരികളുടെ അഭ്യർത്ഥനയെ തുടർന്ന് എമിറേറ്റ്സ് റെഡ് ക്രസന്റിന് ചുവടെ ടൺ കണക്കിന് ഉൽപ്പന്നങ്ങളും വൻ തുകയുമാണ് സമാഹരിച്ചിരിക്കുന്നത്. അധികം വൈകാതെ കേരളം സന്ദർശിച്ച് UAE സ്ഥാനപതി നൽകുന്ന റിപ്പോർട്ടിനെ ആശ്രയിച്ചായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുകയെന്ന് എമിറേറ്റ്സ് റെഡ് ക്രസന്റ് ദുബൈ ബ്രാഞ്ച് മാനേജർ മുഹമ്മദ് അബ്ദുല്ല അൽഹാജ് അൽ സറൂനി മീഡിയ വണിനോട് പറഞ്ഞു. ദുരിതബാധിതർക്കായി വിവിധ കൂട്ടായ്മകളും വ്യക്തികളും കൈമാറിയ ടൺ കണക്കിന് ഉൽപ്പന്നങ്ങളും UAE-യിൽ തന്നെ കെട്ടിക്കിടക്കുകയാണ്. കേന്ദ്ര സർക്കാരുമായി കൂടിയാലോചിച്ച് ഔദ്യോഗിക മാർഗങ്ങളിലൂടെ മാത്രമായിരിക്കും സംഭരിച്ച തുകയുടെ കൈമാറ്റം നടക്കുക. ഇതുമായി ബന്ധപ്പെട്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകില്ലെന്നാണ് പ്രതീക്ഷ. അതേസമയം ഇന്ത്യയിലെ റെഡ് ക്രസന്റ് ഓഫീസുകൾ മുഖേന പ്രളയക്കെടുതി രൂക്ഷമായ ജില്ലകളിൽ ആവശ്യമായ സേവന പ്രവർത്തനങ്ങൾ ഇപ്പോൾ തന്നെ തുടരുന്നുണ്ട്. ഇന്ത്യ ഉൾപ്പെടെ ലോകത്തെ ദുരിതബാധിതർക്കൊപ്പം എന്നും തങ്ങൾ നിലയുറപ്പിക്കുമെന്നും സറൂനി വ്യക്തമാക്കി. ഷെയ്ഖ് ഖലീഫ ഫൗണ്ടേഷൻ ഉൾപ്പെടെ വിവിധ ഏജൻസികൾക്ക് ചുവടെ കേരളത്തിനായുള്ള ഫണ്ട് സമാഹരണം UAE-യിൽ ഊർജിതമായി തുടരുകയാണ്. ക്യാമറ പേഴ്സൺ ഫഹീം മുഹമ്മദ് അലിക്കൊപ്പം MCA നാസർ, മീഡിയ 1, ദുബൈ.